ലക്ഷക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വലിയ മോചനം കിട്ടാൻ, കടങ്ങൾ തീർന്നു കിട്ടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ദുആ. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തുള്ള ദുആ അല്ല, മറിച്ച് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ. കടം വന്ന് പ്രയാസം വന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിന് പകർന്നു കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള ദുആ ആണ്. ഇത് ചെറിയൊരു ദുആ അല്ല, അത്ഭുതത്തിന്റെ കലവറയായിട്ടുള്ള ദുആ. ഈ ദുആ ചൊല്ലിയാൽ, ഈ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വീടാത്ത കടങ്ങളും വീടും. മല പോലെ പർവ്വത സമാനമായ കടമുണ്ടെങ്കിലും അത് വീടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് മുജറബാണ്. ഈ ദുആ ചൊല്ലിക്കൊണ്ട് ധാരാളം ആളുകളുടെ കടങ്ങളാണ് വീടിയത്. നമുക്കൊന്ന് ചൊല്ലണ്ടേ? അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? എത്ര എണ്ണത്തിലാണ് ഈ ദുആഇനെ പറയേണ്ടത്? നമുക്കൊന്ന് പഠിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിനെ പരിപൂർണമായി കണ്ടാൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഏതാണ് ആ ദുആ, ഈ ദുആഇന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ധാരാളം ആളുകളാണ് സങ്കടങ്ങൾ അറിയിക്കുന്നത്. നമ്മളെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ, മെസ്സേജുകൾ എടുത്തു നോക്കിയാൽ ധാരാളം ആളുകൾക്ക് പറയാൻ സങ്കടം, കടത്തിന്റെ പ്രയാസങ്ങളാണ്. തങ്ങളെ ആയിരക്കണക്കിന് രൂപ കടമാണ്, ലക്ഷക്കണക്കിന് രൂപ കടമാണ്, കോടിക്കണക്കിന് രൂപ കടമാണ്. ഞാൻ കണ്ണടയുന്നതിന് മുമ്പ്, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒന്ന് വീട്ടിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊന്ന് വീടി ഒരു മനസ്സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു. വീടിന്റെ ആധാരം പോലും ജപ്തി വക്കീലാണ്, വീടിന്റെ ആധാരം ബാങ്കിലാണെന്ന് സങ്കടമായിട്ട് പ്രയാസകരമായിട്ട് പറയുന്നവരുണ്ട്. ചെയ്യരുതെന്നറിയാം, ചെയ്തത് തെറ്റാണെന്നറിയാം, നിവർത്തികേട് കൊണ്ട് പോയി ചെയ്തു പോയതാണ്. എന്താ ചെയ്യാം, മരണത്തിന്റെ വക്കീലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. അവർക്കൊക്കെ പറയാനുള്ളത് ഈ കടത്തിന്റെ പ്രയാസമാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അല്ലേ മഹദിമാരെ, ഈ ദുആഇനെ കൈവിടണ്ട. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പിതാവല്ല, മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഹാബി വര്യന്മാരിൽ പ്രമുഖനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, വന്നിട്ട് ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, എനിക്ക് മുത്തുനബി ഒരു ദുആഇനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആയിഷ ബീവി ചോദിക്കുകയാണ്, ഏതാണ് ആ ദുആ? മുത്തുനബി അങ്ങേക്ക് പഠിപ്പിച്ചു തന്ന ഏതാണ് ആ ദുആ എന്ന് പറയുമ്പോഴാണ് ഈ ദുആഇനെ പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു പർവ്വത സമാനമായിട്ട് സ്വർണം, ക്യാഷല്ല, അന്നത്തെ മൂല്യം നമ്മൾ എടുത്തു നോക്കണം. പർവ്വത സമാനമായിട്ടുള്ള കടമുണ്ടെങ്കിൽ, സ്വർണം കൊണ്ട് നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും അത് വീടും. അന്നത്തെ സ്വർണത്തിന്റെ മൂല്യം ഇന്ന് കോടികളും കോടാനുകോടികൾ എത്തൂല. അത്ര കടണ്ടെങ്കിലും അത് വീടുമെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അബൂബക്കർ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്, അത്ര കടമുണ്ടെങ്കിലും വീടുമെന്ന് എൻ്റെ മുത്തുനബി എനിക്ക് പഠിപ്പിച്ചു തന്ന ദുആണ്. ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ദുആഇനെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ദുആഇനെ പറഞ്ഞാൽ ഏത്
വീടാത്ത കടവും വീടും, ഏത് വീടാത്ത പ്രതിസന്ധികളും നിങ്ങൾക്ക്, ഏത് നീങ്ങാത്ത പ്രതിസന്ധികളും നിങ്ങൾക്ക് നീങ്ങുമെന്ന് മുത്തുമിനിങ്ങളെ. കടത്തിൽ പ്രയാസപ്പെടുന്നവർ തങ്ങളെ എനിക്ക് ലക്ഷങ്ങൾ കടമുണ്ട്. കഴിഞ്ഞ ഈ അടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പറയാണ് ഈ ഒരു കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദുആ നമുക്ക് പഠിക്കാം, ഏതാണ് ആ ദുആ നമുക്ക് പഠിക്കാം. ഈ അടുത്ത് ഒരു സഹോദരൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് പറയാണ് എനിക്ക് തങ്ങളെ 60 ലക്ഷം കടമുണ്ട്. 60 ലക്ഷം കടമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ കടം വന്നത്? നിങ്ങളുടെ ജോലി എന്താണ്? ജോലി ചോദിച്ചപ്പോൾ സാധാരണ ഒരു ജോലിയാണ്. കാരണം ഒരു കടയിൽ ജോലിക്ക് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ബിസിനസ്സിലിട്ടുകൊണ്ട് പൊട്ടിയതല്ല, അല്ലെങ്കിൽ മറ്റുള്ള മാർഗത്തിലൂടെ ഒന്നും ഈ പണം ചെലവഴിച്ചതല്ല. മകളെ കെട്ടിച്ചിട്ടുണ്ട്, നമുക്ക് സമാധാനിക്കായിരുന്നു. ഒരു വീടുണ്ടാക്കിയിട്ട് നമുക്ക് സമാധാനിക്കായിരുന്നു, അല്ലേ? സമാധാനിക്കായിരുന്നു. എങ്ങനെയാണ് ഈ നഷ്ടം വന്നത്? പറ്റിച്ചു പോയതാണ്. ആ സഹോദരനെ പറ്റിച്ചതാണ്. ഇപ്പൊ കുറേ തട്ടിപ്പ് വിഭാഗങ്ങൾ തട്ടിപ്പിനായിട്ട് നടക്കുന്നത്. ഇതിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര മാസങ്ങൾ ലാഭം കിട്ടും. നമ്മൾ പോയി വേഗം ചാടുകയാണ്, നമുക്ക് വേഗം പണക്കാരനാവാൻ, അല്ലേ? നിങ്ങൾ ഒരാളെ കൂട്ടിയാൽ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ മാസം ഗഡുവായിട്ട് അടച്ചാൽ മതി. അദ്ദേഹത്തിനോട് അതേപോലെ പറഞ്ഞു, ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് 60 ലക്ഷങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് വിറ്റത്തെ കൊല്ലം നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് 60 ലക്ഷം അത് ഇരട്ടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. ആലോചിച്ച് നോക്കി. പാവം കൊണ്ടുപോയി ആധാരം കൊണ്ടുപോയി പണയം വെച്ച്. നിങ്ങൾ ആലോചിച്ചു കേട്ടോ, സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ആധാരം കൊണ്ടുപോയി പണയം വെച്ച് അതിൽ നിന്നൊരു സംഖ്യ എടുത്തു. പിന്നെയോ ഭാര്യയുടെയും മക്കളുടെ എല്ലാ തരി സ്വർണം കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് അദ്ദേഹം നുള്ളിപ്പെറുക്കി സ്വരൂപിച്ച ആ 60 ലക്ഷം കൊണ്ടുപോയി കൊടുത്തു. 60 ലക്ഷം കൊടുത്തു. ഞാൻ ചോദിച്ചു, ഫുള്ള് കൊടുത്തോ? ഫുള്ള് കൊടുത്തു. അതിന്റെ ഒരു റിസൾട്ടും ഇല്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ ആയുസ്സിൽ ഈ 60 ലക്ഷം ഉണ്ടാക്കി? എനിക്കൊരു നിശ്ചയമില്ല. ഞാൻ കടക്കാരനാണ് തങ്ങളെ. ഈ 60 ലക്ഷം ഉണ്ടാക്കിയത് എനിക്കറിയാം. കുറേ ആളുകളെടുത്ത് നിന്ന് കടം വാങ്ങി. കാരണം കിട്ടിയാൽ കൊടുക്കാലോ. പല തട്ടിപ്പ് വിഭാഗങ്ങളുണ്ട്, പല തട്ടിപ്പുകളുണ്ട്. ഞാൻ ഓരോന്ന് പറയുന്നില്ല. നമ്മുടെ അടുത്തേക്ക് തന്നെ ധാരാളം കേസുകൾ വരാറുണ്ട്. തങ്ങളെ ഇത്രയും രൂപ എൻ്റെത് പോയി, ഞാൻ അവിടെ കൊടുത്തതായിരുന്നു, ഒരു വിവരവുമില്ല, ഫോൺ എടുക്കുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഏജന്റുമാർ പോലും ഒന്ന് മെസ്സേജ് പോലും എടുത്ത് നോക്കുന്നില്ല. എത്രയോ കേസുകൾ വിസയുടെ പേരിൽ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് നീണ്ടുപോകും. ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും കടക്കുന്നില്ല. കടമുള്ളവർ ആ ദുആ പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കൺസൾട്ടിംഗ് ഡേറ്റ് വരുന്ന തിങ്കളാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചിറങ്ങി വരിക. അല്ലാഹു ഞങ്ങളെ സകല പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹുവേ നീ മാറ്റി നൽകണം. ജീവിതത്തിൽ ഖൈർ നൽകണം. അല്ലാഹു ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് പർവ്വത സമാനമായിട്ടുള്ള കടമുണ്ടെങ്കിലും സ്വർണ്ണത്താലുള്ള കടമുണ്ടെങ്കിലും അതും വീടും. ഏതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. എല്ലാവരും ചെറിയ ദുആണ്. ഫസ്റ്റ് കേൾക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? ഈ ദുആഇനൊക്കെ ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് കഴിയും. 2-3 പ്രാവശ്യം ഇങ്ങനെ കണ്ടാ മതി. എന്നോടുകൂടെ നിങ്ങൾ ഇങ്ങനെ ഈ ദുആഇനെ പറഞ്ഞാൽ നിങ്ങൾക്കത് ബൈഹാട്ടാകും. നിങ്ങളുടെ നാവിനെ കൊണ്ട് ഇണങ്ങും. ഇൻഷാ അല്ലാഹ് എത്ര കടമുള്ളവരാണെങ്കിലും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആയിരക്കണക്കിന് രൂപ കടമുള്ളവരാണെങ്കിലും ഇത് ചൊല്ലിക്കോ. ഈ ഒരു ദുആഇനെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആ
ദുആഇനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ കടങ്ങൾ വീടും. ഒരു ദിവസം എത്ര വട്ടം ചൊല്ലാൻ പറ്റും? 5 പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും. ഇതിൽ കൂടുതൽ ചൊല്ലാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ ഈ ദുആഇനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മുഅ്മിനീങ്ങളെ പറഞ്ഞോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഷർറുണ്ടാവില്ല, ഖൈറ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ കടങ്ങളൊക്കെ വീടും. കടത്തെപ്പറ്റി പിന്നെ നിങ്ങൾക്ക് ഒരാളുടെ മുന്നിൽ പോയി സങ്കടം പറയേണ്ടി വരില്ല. അത് ഞാൻ പറഞ്ഞതല്ലല്ലോ, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പകർന്നു കൊടുത്തു. അബൂബക്കർ തങ്ങൾ മഹദിയായ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള ദുആ. അത് മാത്രമാണോ? അല്ല, മുത്തുനബിയുടെ 500 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച പ്രവാചകനായിരുന്നു ഈസ നബി അലൈഹിസ്സലാം, അല്ലേ? ഈസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു പകർന്നു കൊടുത്ത ദുആണ്. മുത്തുനബി പറയാണ്, ഇത് എന്റെ മുൻകഴിഞ്ഞ പ്രവാചകൻ ഈസ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിന് പകർന്നു കൊടുത്ത ദുആണ്. അപ്പൊ ഈ ദുആക്ക് പവറുണ്ടോ ഇല്ലേ? ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം. എന്റെ കൂടെ ഏറ്റു ദുആ ചെയ്യും. اللهم فارج الهم وكاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحمهما أنت ترحمني فارحمني برحمتي تغنيني بها عن رحمة من سواك. هذا دعاء ഒന്നും കൂടി എൻ്റെ കൂടെ ചൊല്ലി. ഞാൻ മെല്ലെ ചൊല്ലിത്തരാം. اللهم فارج الهم وكاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك. ഈ ദുആ ഇൻഷാ അല്ലാഹ് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി വെച്ച് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബൈഹാട്ടാകും. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആഇനെ പറഞ്ഞോ, ഈ ദുആഇനെ ചൊല്ലിക്കോ, കടങ്ങൾ വീടിനൊത്തു. നിങ്ങളെ നമ്മളറിയാതെ തന്നെ വീടും. ഇത് മുജറബാണ്. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുത്തിരുന്നു ഈ ദുആ. കുറേ ആളുകൾക്ക് കൊടുത്തിരുന്നു. അവരൊക്കെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ കടങ്ങളൊക്കെ മെല്ലെ വീടുന്നുണ്ട്. അതിനുള്ള കടം വീട്ടാനൊക്കെ പാകപ്പെടുന്ന ഒരു ജോലിയൊക്കെ ആയിട്ടുണ്ട്. റാഹത്തുണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിച്ച് നേരിട്ട് കാണാൻ വരുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, അന്ന് പറഞ്ഞ കടങ്ങളൊക്കെ വീഡിയോ അന്ന് പറഞ്ഞിരുന്നല്ലോ, ലക്ഷങ്ങൾ കടണ്ട്, ആയിരങ്ങൾ കടണ്ട്, അതൊക്കെ മെല്ലെ വീടുന്നുണ്ട്. ആ ദുആ ചൊല്ലുണ്ടോ? ചൊല്ലുണ്ട്. അങ്ങനെ പോയി നിസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കുന്നവരുണ്ട്. അതാ ഞാൻ പറയാൻ കാരണം, അത് മുജറബാണ്. ആരും ഒഴിവാക്കണ്ട. ലക്ഷക്കണക്കിന് കടണ്ടാവുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഇതൊക്കെ വീടോന്ന്. ഇതൊക്കെ വീടോ? ഈ ആയുസിൽ ഇതൊക്കെ വീട്ടാനെ കൊണ്ട് സാധ്യമാവോ? സാധ്യമാവണം നിങ്ങളെ. അതിനുള്ള വഴി പടച്ച തമ്പുരാൻ തുറക്കുമെന്നാ പറഞ്ഞത്. പെരിയിലിരുന്നിട്ട് ഇത് ചൊല്ലിയിട്ട് കാര്യമില്ല. പെരിയിലിരുന്ന് ചൊല്ലിയിട്ട് കടങ്ങൾ വീടൂല. അതിനുള്ള വഴി, അത് ജോലിയാവാം, ബിസിനസ് ആവാം, അല്ലെങ്കിൽ മകന്റെ ജോലിയാവാം. നല്ലൊരു സാമ്പത്തികമായിട്ടുള്ളൊരു സ്രോതസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കടങ്ങളൊക്കെ വീട്ടിൽ കൂടെ നിങ്ങളെ അതിനൊക്കെ പടച്ച തമ്പുരാൻ നൽകും. ഒരു യഖീനോടുകൂടി, ഒരു വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചൊല്ല്. ഈ ഒരു ദുആ ഹൃദയത്തോട് ചേർത്ത് വെക്കൂ. അല്ലാഹുവേ ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ഒരു ദുആനെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടുകൊണ്ട് ചൊല്ലിയ ധാരാളം ആളുകൾക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചൊല്ല്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:30 സയ്യിദിയ മജ്ലിസ്, ഈ മജ്ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.